അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈഫ് വിത്ത് അവേഴ്സ്. ഇന്നത് ന്യൂ ഇയറിൻ്റെ അന്നത്തെ ദിവസമാണ് കേട്ടോ. ജനുവരി 1-നാണ്. ഞങ്ങൾക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കോട്ടയം ചങ്ങനാശ്ശേരിയിൽ. അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോലെ പോകാമെന്ന് വിചാരിച്ചു. ഫാമിലിയിൽ കുറച്ച് പേര് ട്രെയിനിലാണ് പോയത് കേട്ടോ. അവർക്ക് ട്രെയിനിൽ പോകണമെന്നുള്ളൊരാഗ്രഹം. ഞങ്ങൾ കുറച്ച് പേര് ബസ് ബുക്ക് ചെയ്താണ് ഞങ്ങൾ പോകുന്നത്. ഇതാകുമ്പോൾ ഒരു ട്രിപ്പും ആവും, നമുക്ക് കല്യാണത്തിന് പങ്കെടുക്കുകയും ചെയ്യാം. അങ്ങനെ ഞങ്ങളിപ്പം ആയിത്തി ബൈപ്പാസ് റോഡ് വഴിയാണ് പോകുന്നത്. ഫസ്റ്റ് ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചിരുന്നത്, അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചാണ് പിന്നെ ബസ്സിലാക്കിയത്. ബസ്സിൽ പോകാൻ മുൻകൈ എടുത്ത രണ്ടുപേരുണ്ട് കേട്ടോ. ഞാൻ വഴിയെ കാണിച്ചു തരാം. പിള്ളേരൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരുമാണ് കേട്ടോ ബസ്സിൽ ഇപ്പോൾ മുൻകൈ എടുത്ത്. അവർ ഗൾഫിൽ നിന്ന് ഇപ്പോൾ ലീവിന് വന്ന് നിൽക്കുന്ന സമയം. അപ്പോൾ അവർക്കൊരു ഒരു ആഗ്രഹം എല്ലാവരുമായിട്ട് ഒന്ന് ബസ്സിലൊക്കെ പോയി ഒന്ന് അടിച്ച് പൊളിച്ച് വരാം. അങ്ങനെ ഞാൻ എല്ലാവരെയും കാണിച്ചത്. ഇതെല്ലാം എൻ്റെ റിലേറ്റീവ്സാണ്. ഇത് ഏറ്റവും ഉള്ള 2 സിസ്റ്റേഴ്സാണ് ഞങ്ങളുടെ ഫാമിലിയിൽ. ഇത് എൻ്റെ കളിക്കൂട്ടുകാരിയാണ്. എൻ്റെ കളിക്കൂട്ടുകാരി എൻ്റെ സിസ്റ്ററും. ഇത് ബൈപ്പാസിൻ്റെ ആ പാലമാണ്. അവിടുത്തെ നല്ല കാഴ്ചയാണ് നമ്മളതിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റുന്നത്. എല്ലാവരും തകർത്ത് വീഡിയോ എടുപ്പും ഫോട്ടോ എടുപ്പും ഒക്കെ തന്നെയായിരുന്നു. ഫാമിലിയായിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. എല്ലാവരുമായിട്ട് ഒരുമിച്ചൊക്കെ ഇങ്ങനെ ദൂരെ യാത്ര പോകുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് നമ്മൾ ഒറ്റയ്ക്ക് പോയാൽ കിട്ടില്ല. എല്ലാത്തിനും അതിൻ്റേതായ ഓരോ വൈബ്സുണ്ട്. ഒരാളിവിടെ ഡാൻസ് കളിക്കുക പാട്ട് കേട്ടിട്ട് വണ്ടിയിൽ. ഞാൻ ഒരുപാടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. പിന്നെ നമുക്ക് ആവശ്യമുള്ള മാത്രം മതിയല്ലോ. ഒരുപാട് ഇപ്പം നമ്മൾ യാത്ര പോകുന്ന റോഡൊന്നും ഒരുപാട് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയം എത്തി. ചങ്ങനാശ്ശേരിയിലെ വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയം ആയിരുന്നു. അങ്ങനെ അവിടെ പല തരത്തിലുള്ള ജ്യൂസുകളുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതാണെന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ടുണ്ട് അവർ. അതിൽ നിന്ന് എടുത്ത് നമുക്ക് ഫ്രഷ് ആയിട്ട് ജ്യൂസ് അടിച്ച് തരും. ഞാനൊരു ലൈമിൻ്റെ ഫ്ലേവറുള്ള ഒരു ജ്യൂസാണ് കുടിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാടൊന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇതൊക്കെ ആദ്യമായിട്ടല്ലേ നമ്മൾ വീഡിയോ എടുക്കുന്നത്. മറ്റുള്ളവർ കാണുമ്പോൾ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ഷൈ എനിക്കുണ്ടായിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ നമുക്കത് മാറ്റിയെടുക്കാം. തൽക്കാലം അത്യാവശ്യ കാര്യങ്ങളെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇതവിടെ മുട്ടായിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ ആകർഷിക്കാനായിട്ട് മുട്ടായികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ കുട്ടികളും അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. എൻ്റെ മോൻ ഉൾപ്പെടെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു സെറ്റപ്പായിരുന്നു അവരത് അവിടെ ഒരുക്കിയിരുന്നു. അങ്ങനെ എല്ലാവരും വന്നിട്ട് ജ്യൂസ് കുടിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും അകത്തോട്ട് കയറുകയാണ്. നല്ല സിമ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ് സെറ്റപ്പിലാണ് അവരവിടെ ഡെക്കറേറ്റ് ചെയ്തിരുന്നത്. ഇപ്പോഴത്തെ ജനറേഷൻ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സിമ്പിൾ, എത്രത്തോളം സിമ്പിളാക്കാവോ അത്രത്തോളം സിമ്പിളാക്കിയാണ് കല്യാണത്തിനൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത്. പണ്ടൊക്കെ ആയിരുന്നു വാരി വലിച്ചൊക്കെ കൊടുക്കുന്നത്. ഇപ്പം അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണ്. അതുകൊണ്ട് നല്ല സ്റ്റാൻഡേർഡ് ഡെക്കറേഷനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ മാരേജ് കഴിഞ്ഞ് പെണ്ണും ചെക്കനും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ്. ഒരു തലവേദന പിടിച്ചൊരു പണിയാണ് ഈ വീഡിയോയ്ക്ക് പോസ് ചെയ്യുന്നത്. അവർ പറയുന്ന രീതിയിൽ നമ്മൾ നിന്ന് കൊടുക്കണം. അങ്ങനെ ഞങ്ങളെല്ലാവരെയും വീഡിയോ എടുക്കാനായിട്ട് വിളിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും സ്റ്റേജിലോട്ട് ചെന്ന് എല്ലാവരും ഒരുമിച്ച് വീഡിയോ എടുക്കാനായിട്ട് നിന്നു. ഒരുപാട് നാളായി ഒരുമിച്ചുള്ള ഒരു ഫോട്ടോയോ വീഡിയോ കിട്ടിയിട്ട്. അങ്ങനെ ഒരു ഒത്തുകൂടാൻ പറ്റിയ ഒരു കല്യാണമായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. ഇനിയും ഉണ്ട് കേട്ടോ കുറച്ച് ആൾക്കാർ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. എൻ്റെ പ്ലേറ്റിൻ്റെ കോലം കണ്ടോ? മോള് ചെയ്ത പണിയാണ്. കൈയിട്ട് ഫുള്ള് കുളമാക്കി. അങ്ങനെ രംഗമൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാം കൂടി എടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ കൊല്ലത്തെ അഡ്വഞ്ചർ പാർക്കിലോട്ട് വന്നു. കുട്ടികളൊക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അത് ഒരു 3-3:15 സമയമായിരുന്നു. അപ്പോഴും നല്ല വെയിലല്ലേ, ബീച്ചിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിലോട്ട് വന്നു. അവിടെ ആകുമ്പോൾ നല്ല തണലെങ്കിലും ഉണ്ടല്ലോ. കുറച്ച് നേരം കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിള്ളേർ മൊത്തത്തിൽ അടിച്ചു പൊളിക്കുക കേട്ടോ. വെള്ളത്തിൻ്റെ സൈഡിലൊന്നും ഞങ്ങൾ ഒരുപാട് നേരം നിന്നില്ല കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങ് മാറി. കാരണം കുട്ടികൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് മാറി. കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒത്തുകൂടലൊന്നും എപ്പോഴൊന്നും കിട്ടത്തില്ലല്ലോ. വല്ലപ്പോഴും ഒരു നാളിലല്ലേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അവരും മാക്സിമം ആ സമയം എൻജോയ് ചെയ്തു.
ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു പാർക്കിൽ. കാരണം അവിടെ 6 മണി വരെ അല്ലേ ഉള്ളൂ. 6 മണി കഴിഞ്ഞാൽ ക്ലോസ് ആവുന്നത് കൊണ്ടും ന്യൂ ഇയർ ആയതുകൊണ്ടും നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ റൈഡിലും കയറിക്കഴിഞ്ഞ് പിന്നെ കുറേ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. ഇത് ഞങ്ങളുടെ പേരൻസ് എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഫോട്ടോ ആണ്. അങ്ങനെ ന്യൂ ഇയർ അടിച്ചു പൊളിച്ചു ഒരു ടൂറ് പോയ ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കല്യാണവും കൂടാൻ പറ്റി. എല്ലാവരും ചേർന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. ഇതുപോലെ എല്ലാവരുമായിട്ടുള്ള ഫോട്ടോസാണ് നമുക്ക് പിന്നീട് എടുത്ത് നോക്കുമ്പം കുറേ മെമ്മറീസായിട്ട് നമുക്ക് ഉള്ളത്. അങ്ങനെ അന്നത്തെ ദിവസം ഒരുപാട് എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണുക. താങ്ക് യു.